Good morning. Last English class onwards we were studying about phonetics in English. We studied that there are 44 phonetic sounds or symbols in English, in which 12 sounds are vowel sounds and 8 of them are diphthongs. We discussed it yesterday. Today we are going to study more about diphthongs. Diphthongs are two vowel sounds coming together. രണ്ട് വവൽ സൗണ്ട് ഒന്നിച്ച് വരുന്നതാണ് വാസ്തവത്തിൽ എന്തെന്ന് പറയുന്നത് ഡിഫ്തോങ് എന്ന് പറയുന്നത്. ഇതും വവൽസ് തന്നെ, പക്ഷേ നമ്മൾ ഇന്നലെ വവൽസ് പഠിച്ചത് അത് മോണോതോങ്സ് ആയിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരു വവൽ സൗണ്ട് മാത്രമുള്ളതായിരുന്നു ഇന്നലെ നമ്മൾ പഠിച്ചത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിഫ്തോങ്സ്, അതായത് there are two vowel sounds coming together. They are called diphthongs. There are 8 diphthongs in English phonetics. Totally there are 44 sounds in English, or 44 phonetics in English, in which 12 of them are vowels and 8 of them are diphthongs. The remaining 24 are consonants. Yeah. What is it? Yeah. ഇവിടെ രണ്ട് വവൽ സൗണ്ട് വരികയാണല്ലേ, ഈയും ആയും സൗണ്ട് ആ അല്ലെങ്കിലും ഈ ആ എന്നുള്ള സൗണ്ടോടെ വരികയാണ്. അത് നമ്മൾ കൂട്ടി എഴുതുമ്പോൾ എങ്ങനെ പറയാം? ഇയർ. Ear. Ear. Another example. Here. Here. This also here. Here. Near. Idea. Idea. Here also yeah. Idea. മനസ്സിലായല്ലോ അല്ലേ? ഇയർ. ഇതാണ് ഇയർ. 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 ഹിയർ. ഹിയർ. നിയർ. ഐഡിയ. ഫിയർ. നിങ്ങൾ പറയാം അതുപോലെ. എന്താണ് ഇയർ അല്ലേ? YEAR. ഇയർ. അതുപോലെ ധാരാളം എക്സാമ്പിൾസ് നമുക്ക് എന്ത് ഇയർ ഈ ഒരു ഡിഫ്തോങ് സൗണ്ട് ഉൾപ്പെടുത്തിക്കൊണ്ട് പറയാവുന്നതാണ്. ഇതെന്തായിരിക്കും? ഏയ് ഏയ് ഏയ്. pay, pay, stay. എന്താണ്? വേ അല്ലേ? വേ. ദേ. ഇനി പറയാം ഡേ. ഹേയ്. സേ. ലേ. ലേ. ഇതെന്തായിരിക്കാം? ഉവ. 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 ക്യൂർ. ക്യൂർ. പിന്നെ പറയാം പ്യുവർ. പ്യുവർ.
poor, 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 pure, cure, pure, poor. എന്തായിരിക്കാം? ഓയ്. എന്താണ്? ഓയ്, ഓയ്, ഓയ്. എക്സാമ്പിൾസ് എന്ന് പറയാം. ബോയ്, ബോയ്, ടോയ്, ജോയ്, അവോയ്ഡ്, അവോയ്ഡ്, ഓയ്ഡ് അല്ലേ? ഓയ്, അവോയ്ഡ്, വോയിസ്, വോയിസ്, വോയിസ്. ഇതെന്തായിരിക്കാം? ഓ, ഓയുമല്ല ആയുമല്ല, ഓ അല്ലേ? ശരിക്ക് ഓന്നും അല്ല ആവുന്നുമല്ല, ഓ, ഓ, ഓ നോ, ഓ നോ, ഓ നോ അല്ലേ? ഓ. ഹലോ, ഹലോ, ആൾദോ, although, show, show. ഇതെല്ലാം ഇതുപയോഗിച്ച് എഴുതാവുന്നതാണ്. എന്തായിരിക്കാം? ഈ ആണത് വായിക്കുക അല്ല, എ, എയർ, എയർ, air, where, where, bear അല്ലേ? bear, air, layer, hair കൊടുക്കാം, ഹെയർ. ഇനി ഇത് എ തന്നെയാണ് കേട്ടോ, എ. ഇത് ഈ ഇതല്ല, ഇത് എ തന്നെ. ഇംഗ്ലീഷിലെ എ. എ ആകുമ്പോൾ എന്താണ്? ആയ്, ആയ്, എ അല്ല, ആയ്. ആ, ആയുടെ ഐക്ക് ഈ തന്നെയാണ്, ആ ഇ, ആയ്, ആയ്. ഹായ്, ഹായ്. ഐ, ഐ. ഷൈ, ഷൈ. സ്കൈ അല്ലേ? വരും. സ്കൈ, ഡൈ, ഡൈ, പൈ, പൈ, പൈ. വൈ അല്ലേ? വൈ, ശരിയാണ്. വൈ. എന്തായിരിക്കാം? ഇത് ആയി, ഇതെന്താണ്? ആവ്, ആവ്, ആവ്. ഹൗ, ഹൗ, ഹൗസ്.
കൗ അല്ലേ? കൗ, ക്ലൗഡ്, ക്ലൗഡ്, ലൗഡ്. ഇങ്ങനെ നമുക്കിപ്പോൾ 8 ഡിഫ്തോങ്സ് പഠിച്ചു കഴിഞ്ഞു. ഇതെല്ലാം ഡിഫ്തോങ് എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണ്? 2 വവൽ സൗണ്ട് ഒന്നിച്ച് വരുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് കൺസണൻസ് ആണ്. വിൽ സ്റ്റഡി ഇറ്റ് ഇൻ ദി നെക്സ്റ്റ് ക്ലാസ്. ടിൽ ദെൻ, ഹാപ്പി ലേണിംഗ് ആൻഡ് താങ്ക് യു.